ഹലോ ട്രേഡേഴ്സ്, നമ്മുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ SMCയിലെ ICITയിലെയും എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചിട്ടും ഇപ്പോഴും നല്ലൊരു ട്രേഡ് എങ്ങനെ എടുക്കണം എന്നറിയാൻ നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ കേട്ടോ. പ്രീമിയം ഡിസ്കൗണ്ട് മാത്രം മനസ്സിലാക്കി ഒരു ട്രേഡിൽ കൂടുതൽ റിസ്ക് റിവാർഡ് റേഷ്യോ എങ്ങനെ എടുക്കുക എന്നുള്ളതിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ദിവസം നമ്മുടെ യൂട്യൂബിൽ ലൈവിൽ വന്നപ്പോൾ നമുക്ക് യൂറോ USDയിലായിരുന്നു ഒരു എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ട്രേഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് 1:7 മേലെയുള്ള റിസ്ക് റിവാർഡ് റേഷ്യോ ഈസി ആയിട്ട് തന്നെ കിട്ടിയിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചാർട്ട് എടുത്ത് തന്നെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇവിടെ ഇത്രയും വലിയൊരു റിസ്ക് റിവാർഡ് റേഷ്യോ കിട്ടാനുള്ള കാരണം എന്താണ്? പ്രീമിയം ഡിസ്കൗണ്ട് മാത്രം മനസ്സിലാക്കി ട്രേഡ് എടുത്തുകൊണ്ടാണല്ലോ. ഈ പ്രീമിയം ഡിസ്കൗണ്ട് ഇതുപോലെ മനസ്സിലാക്കി നിങ്ങൾ ട്രേഡ് എടുക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള വലിയ റിസ്ക് റിവാർഡ് റേഷ്യോ ഒക്കെ 1:3 1:5 ഒക്കെ നിങ്ങൾക്കും ഈസി ആയിട്ട് തന്നെ എടുക്കാനായിട്ട് പറ്റും. ഇനി പ്രീമിയം ഡിസ്കൗണ്ടും മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഈ പ്രീമിയം ഡിസ്കൗണ്ട് മാർക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിലെ ട്രെൻഡാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഇതുപോലെ മാർക്കറ്റ് മേജർ ട്രെൻഡിനനുസരിച്ചാണോ മൂവ് ചെയ്യുന്നത്, അല്ല മൈനർ ട്രെൻഡിലാണോ കൗണ്ടർ ട്രെൻഡാണോ എന്നുള്ളത്. അതല്ലാതെ ഇപ്പോൾ ഞാനിതിനകത്ത് മാർക്ക് ചെയ്ത് പറഞ്ഞുതരാം. ഇതുപോലെ നിങ്ങളൊരു BOS മാർക്ക് ചെയ്തിട്ട് ഇതിനകത്തുള്ള പ്രീമിയം ഡിസ്കൗണ്ടിലുള്ള OBയും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് നിങ്ങൾ എൻട്രി എടുക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ ഇത് SL കിട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിരിക്കും. നമ്മൾ ഈ രീതിയിലല്ല ട്രെൻഡ് മാർക്ക് ചെയ്യുക എന്നുള്ള കാര്യം ഫസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. കാരണം എന്താണ്, ഇപ്പോൾ ഈ ഒരു ട്രെൻഡിലേക്ക് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു സ്ട്രക്ചറിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ സാധ്യത എന്താ, മാർക്കറ്റ് ഈ ലിക്വിഡിറ്റിയിലേക്ക് വരാനുള്ളതാണ്. കാരണം മാർക്കറ്റ് എപ്പോഴും ലിക്വിഡിറ്റി എടുത്താണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പുൾ ബാക്കിൻ്റെ ഹൈ എന്ന് പറയുന്ന ഇൻഡ്യൂസ്മെൻ്റ് ആണ്, ലിക്വിഡിറ്റിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു BOSും ചോദിച്ചൊക്കെ മാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ പ്രീമിയം ഡിസ്കൗണ്ടൊക്കെ പോയി നോക്കി എൻട്രി എടുക്കുകയാണെങ്കിൽ അത് SL കിട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് മാർക്കറ്റിലെ ട്രെൻഡാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഈ ഒരു ചാർട്ടിൽ തന്നെ എടുത്ത് നോക്കി ഞാനത് മൊത്തം ഒന്ന് റിമൂവ് ചെയ്യാം. ഈ ലാസ്റ്റത്തെ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്നാണ് ഒരു ഇൻഡ്യൂസ്മെൻ്റ് എടുത്തത്. ഇൻഡ്യൂസ്മെൻ്റ് എടുത്തതിന് ശേഷം ഇതാണ് നമ്മുടെ മേജർ ലോ. ആ ലോയിനെ ബ്രേക്ക് ചെയ്തപ്പോൾ എന്തായി, നമുക്ക് BOS കിട്ടി. ഓക്കെ ആണല്ലോ. ഇതാണ് നമുക്ക് മേജർ ട്രെൻഡ് എന്നുള്ള കാര്യം ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇവിടെയൊക്കെ പോയി സെല്ലെടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇതിൻ്റെ ഒരു 50% മുകളിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് എൻട്രി എടുത്താൽ മതിയല്ലോ. ഇനി അതേ കാര്യം തന്നെ കണക്ട് ചെയ്ത് നോക്കി. ഇതെന്താണ്? ഇൻഡ്യൂസ്മെൻ്റ് ആണ്. ഇവിടെ നിന്ന് ഒരു ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന് ശേഷം മാർക്കറ്റ് എങ്ങോട്ട് പോകാനാണ് സാധ്യത കൂടുതൽ? കണക്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഒരു 50% മുകളിലുള്ള ലെവൽസ് മാത്രം നമ്മൾ മാർക്ക് ചെയ്തു. ഇനി ഇതിൽ തന്നെ പ്രീമിയം ഡിസ്കൗണ്ടും വേണമെങ്കിൽ കണക്ട് ചെയ്ത് നോക്കാം. അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം, അതിൻ്റെ ടൂളും കാര്യങ്ങളും മാർക്ക് ചെയ്തിട്ട്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് നോക്കി എങ്ങനെയാണ് കറക്റ്റായിട്ട് വന്നിട്ടുള്ളതെന്ന്. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ വീണ്ടും മാർക്ക് ചെയ്യേണ്ടത് എന്താ, ഇപ്പോൾ മേജർ ട്രെൻഡ് തന്നെ വീണ്ടും കിട്ടി. ഇൻഡ്യൂസ്മെൻ്റ് എടുത്ത് ലോയിനെ കട്ടി നമുക്ക് മേജർ ട്രെൻഡ് വീണ്ടും കിട്ടി. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ പ്രീമിയം ഡിസ്കൗണ്ട് ഇതുപോലെ മേജർ ട്രെൻഡാണോ മൈനർ ട്രെൻഡാണോ കൗണ്ടർ ട്രെൻഡാണോ എന്ന് കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ ഈ പ്രീമിയം ഡിസ്കൗണ്ടും ലെവൽസും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്കിവിടെ ഇങ്ങനെ ഒരു മേജർ ട്രെൻഡ് കിട്ടി. ഇപ്പോൾ നമ്മൾ എവിടെ നിന്നായിരിക്കും എൻട്രി നോക്കുന്നത്? ഇപ്പോൾ ഒരു സെല്ലർ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സെല്ലർ എപ്പോഴും പ്രീമിയത്തിൽ ഏറ്റവും ഹൈയിലേക്ക് കിട്ടുമ്പോൾ സെല്ല് ചെയ്യാനേ നോക്കുള്ളൂ. നമ്മളെപ്പോലുള്ളവരാണ് ഈ ലോയിനെയൊക്കെ ബ്രേക്ക് ചെയ്യാൻ നേരത്ത് ഇവിടെ പോയിട്ട് ബ്രേക്ക് കൊടുക്കുന്ന രീതിയിലൊക്കെ പോയി ട്രേഡ് എടുക്കുന്നത്. കാര്യങ്ങൾ കണക്റ്റ് ആവുന്നില്ലേ? ഇനിയിപ്പോൾ പ്രീമിയം ഡിസ്കൗണ്ട് നമുക്ക് എങ്ങനെ മാർക്ക് ചെയ്യാം? അതിന് വേണ്ടിയിട്ടിപ്പോൾ ഫിബിൻ്റെ ടൂളോ അല്ലെങ്കിൽ നമുക്ക് ഈ ഗ്യാൻ ബോക്സോ, ഞാൻ ഈ ഒരു ടൂളാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് മാറ്റാം കേട്ടോ. ഞാനത് കുറച്ചും കൂടെ എന്താ പറയുക, ആ കളറും കാര്യങ്ങളൊന്ന് കൊടുത്ത് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ 0.5 ലെവൽ 0.7 0.25 ഈ ലെവലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഈ ഒരു സെറ്റിങ്സ് വേണമെങ്കിൽ ഇതിനനുസരിച്ച് മാറ്റാം. ഇതിലെ കളറും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ മാറ്റിയെടുക്കാവുന്നതുമാണ് കേട്ടോ. ഇനി ഞാനിവിടെ മാർക്ക് ചെയ്യുന്ന ലെവൽ ഏതായിരിക്കും? ഇപ്പോൾ നമുക്ക് മേജർ ട്രെൻഡും കിട്ടി, അതിൻ്റെ ഒരു പ്രീമിയം ഡിസ്കൗണ്ട് ലെവലും ഞാൻ മാർക്ക് ചെയ്തു. ഈ 0.5 എന്ന് പറയുന്നതിൻ്റെ മുകളിലോട്ട് വരുവാണെങ്കിൽ തന്നെ നമുക്ക് സെൽ എൻട്രി നോക്കാം. അതിൽ ഏറ്റവും പ്രീമിയം ലെവലാണ് ഈ 25 മുതൽ 0 എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇതിനകത്ത് ഡയറക്റ്റ് എൻട്രി ആണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ റിസ്ക് റിവാർഡ് റേഷ്യോ കിട്ടുന്ന എവിടെ നിന്നായിരിക്കും? നമ്മൾ ഈ 25ലേക്ക് വന്നിട്ട് ഇതിൻ്റെ മേലെ ചോദിച്ചിന് മുകളിൽ SL കൊടുക്കുന്നു. ഇങ്ങനെ ഡയറക്റ്റായിട്ട് എൻട്രി എടുക്കുകയാണെങ്കിൽ പോലും ഇതിൽ 1:3 RR 1:3 റിസ്ക് റിവാർഡ് റേഷ്യോ നമുക്ക് ഈസി ആയിട്ട് തന്നെ എടുക്കാൻ പറ്റും. ഇനി നമ്മൾ ഈ 50%ലേക്ക് 0.5ലേക്ക് വരുവാണെങ്കിൽ ഡയറക്റ്റ് എൻട്രി എടുക്കുകയാണെങ്കിൽ 1:1 RR ആയിരിക്കും വരുന്നത്. കാര്യങ്ങൾ മനസ്സിലാവുന്നില്ലേ? ഇതിനകത്ത് ഡയറക്റ്റ് എൻട്രിയെ പോലും നമുക്ക് അത്രത്തോളം RR പ്രീമിയം ഡിസ്കൗണ്ട് മനസ്സിലാക്കിയാൽ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, ഇതൊക്കെ നമുക്ക് മാർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നോക്കി, ഈ 0.5 മുകളിലോട്ടുള്ളത് നോക്കുന്നതാണ് ഏറ്റവും സേഫായിട്ടുള്ള കാര്യം. ഒരു സെല്ലർ നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രീമിയം പ്രൈസിലേക്ക് പോകുമ്പോൾ സെല്ലെടുക്കാനേ നോക്കുള്ളൂ.
അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്കിത് മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിന് നിങ്ങൾ മാർക്ക് ചെയ്യുവാണെങ്കിൽ തന്നെ എന്താണ് പ്രശ്നം വരുന്നത്? സ്ട്രോങ് ആയിട്ട് ക്യാൻഡിലിൻ്റെ കൺഫർമേഷൻ ഉണ്ട്, എൻട്രി എടുത്ത സ്പോട്ടിൽ തന്നെ എസ് കിട്ടിയിട്ടുണ്ടാവും. മനസ്സിലാവുന്നില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഏറ്റവും പ്രീമിയത്തിലേക്ക് പോകുമ്പോൾ എൻട്രി എടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ ട്രേഡിൻ്റെ എണ്ണം വളരെ കുറവായിരിക്കും. കൂടുതൽ ഒരു ട്രേഡിൽ റിസ്ക് റിവാർഡ് റേഷ്യോ എടുക്കാനായിട്ട് നമുക്ക് പറ്റും. ഇനി ഈ ട്രേഡ് തന്നെ നോക്കി വെച്ചോ. ഇതിൽ നമ്മൾ എൻട്രി നോക്കിയിട്ടുണ്ടായിരുന്ന ഏതാണ്? ഈ പ്രീമിയം 2.5ൻ്റെ മുകളിലോട്ട് വന്നപ്പോഴാണ് നമ്മൾ ആ ഒരു എൻട്രി നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ ഏറ്റവും പ്രീമിയത്തിലേക്ക് പോകുമ്പോൾ കൂടുതൽ റിസ്ക് റിവാർഡ് റേഷ്യോ നമുക്ക് കിട്ടും. അതുപോലെ എസ്സിലും കുറച്ച് സേഫ് ആയിരിക്കും. കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ഇനി ഇങ്ങനെ ഒരു ലെവൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ രീതിയിൽ എൻട്രി എടുക്കാനായിട്ട് പറ്റും? ഒന്ന് കണക്ട് ചെയ്ത് നോക്കി. ഞാൻ പറഞ്ഞ പോലെ ഒന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് എൻട്രി എടുക്കുന്നതിന് കുഴപ്പമില്ല. രണ്ടാമത് വരുന്നതാണ് ലോവർ ടൈം ഫ്രെയിമിലെ കൺഫർമേഷൻ നോക്കി എൻട്രി എടുക്കുന്നത്. അതിവിടെ നമുക്ക് BOS എൻട്രി എടുക്കാനായിട്ട് പറ്റും. 1 മിനിറ്റിലേക്ക് പോയി BOS എൻട്രി എടുക്കാൻ പറ്റും. രണ്ടാമതായിട്ടോ BOS എടുക്കാനായിട്ട് പറ്റും. BOFൻ്റെ കൺഫർമേഷൻ നോക്കാൻ പറ്റും. 5 മിനിറ്റ് ഇൻഡ്യൂസ്മെൻറ്റിൻ്റെ കൺഫർമേഷൻ നോക്കി എൻട്രി എടുക്കാം. അപ്പോൾ ഇതിനെപ്പറ്റി ഒന്നൊരു ഐഡിയ ഇല്ലാത്തവരാണെങ്കിൽ ഇതൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം, എങ്ങനെയാണ് കൺഫർമേഷൻ നോക്കി എൻട്രി എടുക്കേണ്ടതെന്നുള്ളതൊക്കെ. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാവുന്നില്ലേ? എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മാർക്കറ്റിലെ ട്രെൻഡാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഇതുപോലെ അപ്പ് ട്രെൻഡിലേക്കോ ഡൗൺ ട്രെൻഡിലേക്കോ വരുന്ന ഒരു ട്രെൻഡിൽ പോയിട്ട് ഇതിൻ്റെ ഒരു 50% ഒക്കെ പോയിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് പ്രീമിയം ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞ് ഇതിൽ OBയിലൊന്നും പോയി സെല്ലെടുക്കാതിരിക്കുക. ഇങ്ങനെ വരുമ്പോൾ ഇവിടെ SL കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഒരു മേജർ ട്രെൻഡ് ആണെങ്കിൽ പോലും അതിൻ്റെ ഏറ്റവും പ്രീമിയത്തിൽ പോയിട്ട് എൻട്രി നോക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, നമുക്ക് അവിടെ വിൻ റേറ്റും കൂടുതലുണ്ടാവും, റിസ്ക് റിവാർഡ് റേഷ്യോ കൂടുതലായിട്ട് എടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ ഒരു ട്രെൻഡ് ആണെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രീമിയം മാർക്ക് ചെയ്യാനായിട്ട് നോക്കുക. ഇനി മാർക്കറ്റിലെ 3 ടൈപ്പ് ട്രെൻഡാണെങ്കിൽ തന്നെ മേജർ ട്രെൻഡിലാണോ, ഇതുപോലെ കൗണ്ടർ ട്രെൻഡിലാണോ, ഇനി മൈനർ ട്രെൻഡിൻ്റെ കണ്ടിന്യൂവേഷൻ ആണോ എന്നുള്ളത് കറക്റ്റായിട്ട് തന്നെ മനസ്സിലാക്കി വയ്ക്കുക. ഇത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും SLകളുടെ എണ്ണം വളരെ കൂടാനായിട്ട് തുടങ്ങും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഫിബിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ടൂളിൻ്റെ ഗ്യാൻ ബോക്സ് ടൂളിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളും വേണ്ടവർക്ക് അതും എടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം, അല്ലെങ്കിൽ ടെലിഗ്രാമിൽ മെസ്സേജ് അയച്ചാണെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിർത്തി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.